എപ്പിസോഡിന്റെ തുടക്കത്തിൽ വേദ സേതുലക്ഷ്മിയൊത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് എന്താ വരാൻ ഇത്ര താമസിച്ചതെന്നാണ് വേദ ചോദിക്കുന്നത്. തരുൺ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടേക്കോ പോയതുകൊണ്ടാ ഞാൻ നിന്നെ കാണാൻ തനിച്ചു വരാതിരുന്നത്. കുഞ്ഞില്ലാതെ ഞാൻ എങ്ങനെ നിന്റെ അടുത്തേക്ക് എത്തുമ്പോളെ? പക്ഷേ കാര്യങ്ങളെല്ലാം പോകുന്നത് കാണുമ്പോൾ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് അവസാനിക്കുമെന്നാ എനിക്കറിയാത്തതെന്ന് സേതുലക്ഷ്മി. നാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മോളും കുഞ്ഞും അപ്രത്യക്ഷമായ തരുണിനത് അംഗീകരിക്കാൻ പറ്റുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? മാത്രമല്ല രേഖകളിലെല്ലാം കുഞ്ഞിന്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് രാധികയും തരുണുമായിരിക്കും. അതൊന്നും അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതല്ല. ഇത് കേൾക്കുന്ന വേദിയാകട്ടെ, അതിലും വലുതല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ. അമ്മയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? തരുണിനോട് പറഞ്ഞ് ഞാൻ കുറച്ചു കാലമെങ്കിലും കുഞ്ഞിനെ നോക്കാൻ എന്ന പേരിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന രീതിയിൽ. അത് വെറുതെ ഒന്നും വേണ്ട, ഒരു വേലക്കാരിയുടെ സ്ഥാനം മതി. എന്നാൽ ഇത് കേൾക്കുന്ന സേതുലക്ഷ്മി, വേലക്കാരിയായിട്ടൊന്നുമല്ല, സ്വന്തം മകളായിട്ടാണ് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. ഇപ്പോൾ നഴ്സ് വന്ന് വേദിക്ക് വേണ്ടുന്ന ചില കാര്യങ്ങളെല്ലാം സേതുലക്ഷ്മി പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. വേദ കുഞ്ഞിനോടായി പറയുന്നു. വേദ അങ്ങനെ തൻ്റെ കുഞ്ഞിനോട് സംസാരിക്കുന്നു. കുറച്ചു മുമ്പ് മോളെ പുറത്തു കൊണ്ടുപോയ ഒരു അങ്കിളില്ലേ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. മോളുടെ അച്ഛൻ്റെ കയ്യിൽ എത്തുന്നത് വരെ മോളെ സുരക്ഷിതമാക്കുക എന്നത് എൻ്റെ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വീട്ടിലേക്ക് പോകാമെന്ന് വേദ കുഞ്ഞിനോടായി പറയുന്നു. ഇതേ സമയം ജയിലിലാകട്ടെ വിക്രം തന്റെ അമ്മയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ച് ജയിലിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അവിടെ ഉച്ചഭക്ഷണം കഴിക്കുന്ന വേളയിൽ വിക്രം എല്ലാവരുടെയും ഒപ്പം ഭക്ഷണം മേടിച്ചിട്ട് കഴിക്കാനിരിക്കുന്നു. കുറച്ചപ്പുറത്തായി കുറച്ച് കാക്കകൾ കരയുന്നത് കണ്ട് തന്റെ ആഹാരത്തിൽ നിന്ന് ഒരു പങ്ക് അവയ്ക്കായി വിക്രം എടുത്ത് നൽകുന്നു. എന്നാൽ ഇത് കാണുന്ന വിക്രമിനെ മുമ്പ് ഉപദ്രവിച്ചിട്ടുള്ള ചില ജയിൽ പുള്ളികൾ എല്ലാവരും കേൾക്കെ പറയുന്നു, ജയിൽ ചോറ് ഇപ്പൊ ബലിച്ചോറായെന്ന്. പിണ്ടച്ചോറ് ഉരുട്ടിയിട്ട് ഇവിടെ ചിലർ ഉണ്ണത്തുള്ളൂ എന്ന്. ജീവിച്ചിരുന്നപ്പോഴോ ഒരു ഉരുള കൊടുത്തിട്ടില്ല, മരിച്ചപ്പോൾ കൊടുക്കുന്നതായിരിക്കുമെന്ന് അവരിൽ ഒരാൾ കളിയാക്കിക്കൊണ്ട് പറയുന്നു. ഇത്രയും കൂടിയായപ്പോൾ വിക്രമിന്റെ സകല നിയന്ത്രണവും വിട്ടു. വിക്രമിന് ഇനി മേലും കീഴും ഒന്നും നോക്കാനില്ല. അമ്മ മരണപ്പെട്ടതിന്റെ വിഷമം വിക്രമിനെ ആകെ തളർത്തിയിരിക്കുന്നു. തന്നെ തല്ലാൻ ശ്രമിച്ച എല്ലാവരെയും ഉപദ്രവിച്ച ശേഷം വിക്രം അവരോടായി പറയുന്നു, ഇനി ആരെങ്കിലും ഇതേപോലെ മുമ്പോട്ട് വന്നാൽ ഇതായിരിക്കും എൻ്റെ പ്രതികരണം. കമലയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം മാഷ് എല്ലാവരെയും തന്നെ യാത്രയാക്കാൻ ശ്രമിക്കുന്നു. ഇനി എല്ലാവരും മടങ്ങിക്കൊള്ളാനായിട്ടാണ് വിഷ്ണുനോടും വിനായകനുമായിട്ട് മാഷ് പറയുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന വിശ്വേട്ടൻ, അങ്ങനെയെങ്കിൽ അച്ഛൻ ഞങ്ങളുടെ കൂടെ വരണം, അത് അമ്മയുടെ ആഗ്രഹമായിരുന്നല്ലോ. ശ്രീജേടത്തിയും അത് ശരിവെക്കുന്നുണ്ട്. മുമ്പൊരിക്കൽ അമ്മ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ ഞങ്ങൾ കൂടെ കൂട്ടണമെന്നുള്ളത്. അച്ഛൻ എന്തായാലും ഞങ്ങളുടെ കൂടെ വന്നേ മതിയാവൂ. ഇത് കേൾക്കുന്ന നന്ദിനിയും അതിനോട് യോജിക്കുന്നുണ്ട്. അത് ശരിയാ, അമ്മയ്ക്കൊരാഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇവരുടെ തന്നെ പോകണം, അതാ നല്ലത്. എന്നാൽ ഇത് കേൾക്കുന്ന മാഷാകട്ടെ, ഞാനിപ്പോൾ എങ്ങോട്ടേക്കും ഇല്ല, എനിക്ക് അവളുടെ ഓർമ്മകളിൽ ഈ വീട്ടിൽ തന്നെ കഴിയണം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് താമസം മാറ്റുമെന്നാണ് വിശ്വേട്ടൻ പറയുന്നത്. അപ്പം നിന്റെ ജോലിയുടെ കാര്യത്തിന് എന്ത് ചെയ്യുമെന്നാണ് മാഷ് ചോദിക്കുന്നത്. അത് വേണമെങ്കിൽ ഇവിടുന്ന് പോയി വരാവുന്നതല്ലേ ഉള്ളൂ. പോകുന്നതിന് മുമ്പ് വിക്രം കൂടി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അച്ഛനൊപ്പം തന്നെ ഉണ്ടാവണമെന്നത്. ഇപ്പോൾ ഡൽഹിയിലെ ഹോസ്പിറ്റലാകട്ടെ തരുൺ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കുഞ്ഞുമൊത്ത് വീട്ടിലേക്ക് പോകാനൊരുങ്ങുകയാണ്. അങ്ങനെ തരുൺ തന്റെ കുഞ്ഞിനെ അന്വേഷിക്കുന്നു. അമ്മയോടായി കുഞ്ഞ് എന്ത് ചെയ്യുന്നു തിരക്കുന്നു. ഡോക്ടർ പറഞ്ഞ പ്രകാരം അന്ന് നമ്മുടെ റൂമിലുണ്ടായിരുന്ന ആ കുട്ടിയില്ലേ, ആ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുകയാണെന്നാണ് തരുണിനോട് പറയുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന തരുണിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് വേണ്ടിയിരുന്നില്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് തരുൺ പറയുന്നു. അമ്മ ഇപ്പോൾ മറ്റൊരു കാര്യം തരുണിനോടെ ആവശ്യപ്പെടുന്നു. നമുക്ക് ആ കുട്ടിയെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? ഇത് കേൾക്കുന്ന തരുൺ കേട്ടുപാടി എതിർക്കുന്നു. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? മറുപടി സേതുലക്ഷ്മി, നമ്മളുടെ കുഞ്ഞിന് ഇപ്പൊ ആവശ്യം ഒരമ്മയുടെ സ്നേഹവും കരുതലുവാ. ജനിച്ച് ദിവസങ്ങളായിട്ടല്ലേ ഉള്ളൂ. ആ കുഞ്ഞിനെ നമ്മൾക്ക് തനിയെ നോക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനെ സ്നേഹിക്കാനും പരിചരിക്കാനും എല്ലാം ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു അമ്മയെ ആവശ്യമുണ്ട്. മാത്രമല്ല വേദയ്ക്കാണെങ്കിൽ ആരുമില്ല, ആ കുട്ടി തനിയാ ഉള്ളത്. ഈ അവസ്ഥയിൽ അവളെ ഉപേക്ഷിച്ചു പോകുന്നതും ശരിയല്ലല്ലോ. എന്നാൽ ഇത് കേൾക്കുന്ന തരുണ് വേദയുടെ വീട്ടുകാരെ പറ്റി തിരക്കുന്നു. ആ കുട്ടിയുടെ ഭർത്താവോ? മറുപടി സേതുലക്ഷ്മി, ഭർത്താവ് അതിനെപ്പറ്റിയൊന്നും പറയാതിരിക്കുക നല്ലത്. കുറെ കാലമായിട്ട് ആ കുട്ടിയുടെ ഭർത്താവിനെ തന്നെ കാണാനില്ല. ശത്രുക്കളാണെങ്കിൽ ചുറ്റുമുണ്ട്. ഇത് കേൾക്കുന്ന തരുൺ, ശത്രുക്കളോ? എന്ത് ശത്രുക്കള്? മറുപടി സേതുലക്ഷ്മി, അത് പിന്നെ ബന്ധുക്കൾ തന്നെ ശത്രുക്കളാവുന്ന ഒരവസ്ഥയില്ലേ, അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞതെന്ന് തരുണിനോട് മറച്ചു വയ്ക്കാനായി പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.